നമസ്കാരം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി ജനാധിപത്യ മതേതര ഇടതുപക്ഷത്തിന് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ നേതൃയോഗങ്ങൾ ഡൽഹിയിലെ CPI ആസ്ഥാനമായ അജോയ് ഭവനിൽ ഒത്തുചേർന്നത്. പഞ്ചാബ് സംസ്ഥാന സെക്രട്ടറിയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ഭാൻ സിംഗ് ബ്രാറിന്റെ അധ്യക്ഷതയിൽ ജൂലൈ 12 മുതൽ 15 വരെ ചേർന്ന യോഗങ്ങളിൽ ദേശീയ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള വിശദമായ അവലോകനമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഭാവി കടമകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം ജനറൽ സെക്രട്ടറി രാജ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിധത്തിലാണ് വിശദീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDAക്ക് കനത്ത തിരിച്ചടി കൊടുക്കാൻ പറ്റിയത് രാജ്യത്തെ ജനാധിപത്യ മതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദേശീയ കൗൺസിൽ അതിനെ ആ ഒരു രീതിയിൽ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. പുതുച്ചേരിയിൽ ഒത്തുകൂടിയ പാർട്ടി കോൺഗ്രസ് BJPയിൽ നിന്നുള്ള അധികാരമാറ്റത്തെക്കുറിച്ച് ഏറ്റവും ശരിയായ കാഴ്ചപ്പാടാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മോദി സർക്കാരിന്റെ അപകടകരമായ നീക്കങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചണിനിരക്കണമെന്ന് രാജ്യത്ത് ആദ്യം ആഹ്വാനം ചെയ്തത് CPI ആയിരുന്നു. അന്ന് അതിനെ പലരും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുമുണ്ടായിരുന്നു. കൊല്ലം പാർട്ടി കോൺഗ്രസും വിജയവാഡ പാർട്ടി കോൺഗ്രസും രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി മതേതര ജനാധിപത്യ വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടതെന്ന് ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിനുശേഷം ഫാസിസ്റ്റ് ഭീഷണിയെ പ്രതിരോധിക്കാൻ ജനാധിപത്യ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒന്നിച്ച് അണിനിരക്കുന്നതാണ് രാജ്യം കണ്ടത്. ഇന്ത്യ സഖ്യം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ വിശാല വേദിയായി പരിണമിക്കുകയും രാജ്യത്തെ രാഷ്ട്രീയ ദിശയിൽ വന്ന ഗുണകരമായ ഒരു മാറ്റം കൂടിയായിരുന്നു അത്. ഇടതുപക്ഷത്തിന്റെ പ്രധാന അടിത്തറ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പണിയെടുത്ത് ജീവിക്കുന്ന ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും ജനവിഭാഗങ്ങൾ എന്നിവരാണ്. അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനും മുൻഗണന കൊടുത്തിട്ടില്ല എന്ന വിമർശനം പൊന്തി വന്നിരുന്നു. പണം ചെലവഴിക്കുന്നതിന്റെ മുൻഗണനാക്രമത്തിൽ തങ്ങളെ അവഗണിക്കുന്നു എന്ന വിമർശനവും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും രാജ്യത്തിന് മാതൃക കാണിച്ച പൊതുവിതരണ സമ്പ്രദായം പണം ലഭ്യമാക്കാത്തത് കൊണ്ട് ദുർബലപ്പെട്ടതും ജനങ്ങളിൽ സർക്കാർ വിശ്വാസമില്ലായ്മ ഉണ്ടാക്കിയിരുന്നു. പണം ലഭ്യമാകാൻ പ്രതിസന്ധികൾ ഉണ്ടാകും, എന്നാൽ ഏതിന് മുൻഗണന നൽകണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന തീരുമാനിക്കണമെന്നാണ് ജനങ്ങൾ താല്പര്യപ്പെട്ടത്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ LDF വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ BJPയെ തോൽപ്പിക്കണമെന്ന വികാരമാണ് മതേതര ജനാധിപത്യ ന്യൂനപക്ഷ ജനങ്ങളുടെ ഉറച്ച നിലപാട്. അതിന്റെ പ്രയോജനം കേരളത്തിൽ കോൺഗ്രസിനാണ് കിട്ടിയത്. കോൺഗ്രസിന് കൂടുതൽ MP ഉണ്ടായാൽ BJP ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും നവമാധ്യമങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് LDFനെതിരായി പ്രചാരണം നടത്തിവരുന്ന സാഹചര്യമാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടുകഥകൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുതന്ത്രങ്ങൾ മെനയുകയാണ് ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LDF സർക്കാർ മൊത്തത്തിലങ്ങ് മന്ദീഭവിക്കണം. അതാണ് വലതുപക്ഷ ചാനലുകളുടെയും പത്രങ്ങളുടെയും പ്രഥമ ലക്ഷ്യം. അതിനവർ നല്ല കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും സർക്കാരിന്റെ കുറവുകൾ പരിഹരിക്കപ്പെടേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും കുത്തി വേദനിപ്പിക്കുമ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും വിനയത്തോടെയും സഹിഷ്ണുതയോടെയും സമീപിക്കുവാൻ നമ്മുടെ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ തരത്തിലുമുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ട് വീഴ്ചകളെല്ലാം പരിശോധിച്ച് വിലയിരുത്തി LDFും സർക്കാരും ശക്തമായി മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വൈകാതെ തന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമായി ഏറെ പ്രസക്തമായവയാണ്. ജനങ്ങളെ ആകെ അണിനിരത്താനും വിജയം കൈവരിക്കാനും ശക്തിയുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒപ്പം നിന്നാൽ LDF കൂടുതൽ ശക്തി പകരാൻ ജനങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.